നസാരിക്ക് ഇന്നലെ രാത്രി മുതലേ ഭയങ്കര പനിയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിന് ശേഷം നസാരിക്ക് മരുന്നെല്ലാം കൊടുത്തു കേട്ടോ. പിന്നെ അവൻ കരഞ്ഞിട്ട് ബിസ്ക്കറ്റും പാലും കുടിച്ചിട്ട് അവൻ ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെയാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിന്. അപ്പോൾ കഞ്ഞിയാക്കാന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ഒന്ന് തീരുമാനിച്ചിട്ട് കേട്ടോ ഇന്ന് എന്തായാലും കഞ്ഞിയാണെന്ന്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചെറുപയറെല്ലാം വെള്ളത്തിൽ ഇട്ടിട്ട് പോയതുകൊണ്ട് തന്നെ വന്നതിന് ശേഷം ചെറുപയറും കഞ്ഞി വേഗമായിന്. പിന്നെ ചമ്മന്തി ആക്കാമെന്ന് വിചാരിക്കലാന്ന്. അപ്പോൾ ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ടായിന്, കുറച്ചൊന്ന് വാടിപ്പോയിന്, പക്ഷെ ഉള്ളിലൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയിലേക്ക് പാഷൻ ഫ്രൂട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി, ഉപ്പ്, കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. നമുക്ക് ചോറിനും അതുപോലെ തന്നെ കഞ്ഞിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന ചമ്മന്തിയാണ്. അപ്പോൾ കഞ്ഞിക്ക് ഇത്രപാട് വെറൈറ്റി ഐറ്റംസ് വേണമെന്നൊന്നുമില്ല, ചെറുപയറും കഞ്ഞിയും മാത്രം മതി. എന്നാലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് സിമ്പിളായിരുന്നു കേട്ടോ. സിമ്പിളായിട്ടുള്ള ലഞ്ചിനും കഞ്ഞിയും ചമ്മന്തി, അതുപോലെ തന്നെ നല്ല ബീഫ് അച്ചാറുണ്ടായിരുന്നു. അത് അപ്പുറത്തും തന്നെ കേട്ടോ ഞാൻ ആക്കിയതെന്നല്ല. പിന്നെ നല്ല കറുമുറ എന്നുള്ള ഉണക്ക് പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നു. എന്തായാലും കഞ്ഞി അടിപൊളിയായിരുന്നു.